എവിടെ നോക്കിയാലും നോ ഷുഗർ ചലഞ്ച്. ശരിക്കും ഈ നോ ഷുഗർ ചലഞ്ച് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ? അല്ലെങ്കിൽ ഇത് വെറും ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിൻ്റെ ഒരു ട്രിക്ക് മാത്രമാണോ? കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് കോച്ച് നമുക്കൊരു നോ ഷുഗർ ചലഞ്ച് നടത്തിയാലോ എന്ന്. അപ്പോൾ നമുക്കിതൊരു സയൻറ്റിഫിക് ആയിട്ട് ഒരു 7 days നോ ഷുഗർ ചലഞ്ച് നടത്താൻ അവസാനം നമ്മൾ ഗ്രൂപ്പിൽ തീരുമാനിച്ചു. ആ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നോ ഷുഗർ ചലഞ്ചിനെ പറ്റി 4 കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നോ ഷുഗർ ചലഞ്ച് എന്ന് പറയുമ്പോൾ ആളുകൾ ആദ്യം തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഫ്രൂട്ട്സിലൊക്കെ ഷുഗറില്ല, ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്ന്. ശരിക്കും ഫ്രൂട്ട്സിലൊക്കെ നാച്ചുറൽ ഷുഗേഴ്സ് ആണ്, അതല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ ഷുഗർ ചലഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഫ്രൂട്ട്സിലൊക്കെ ഷുഗറിൽ നമ്മളത് കട്ട് ചെയ്യണമെന്ന്. ബട്ട് അത് നാച്ചുറൽ ഷുഗേഴ്സ് ആണ്, അത് നമുക്ക് അത്രയ്ക്കും ഹാംഫുൾ ഒന്നുമല്ല. നമ്മൾ ഈ ചലഞ്ചിൽ പ്രധാനമായിട്ട് കട്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സായ വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗർ, ജാഗറി, ഷുഗറി ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, അങ്ങനത്തെ ഉള്ളതൊക്കെ ആയിരിക്കും. ഫുൾ ലിസ്റ്റ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവ ശരീരത്തിൽ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻസുലിൻ സഡൻലി സ്പൈക്ക് ചെയ്യും. അത് ഫാറ്റ് സ്റ്റോറേജ് കൂട്ടാനും എനർജി ലെവൽ ക്രാഷ് ആവാനും നമുക്ക് അധികമായിട്ട് ഷുഗർ ക്രേവിങ്സ് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി വരികയും ചെയ്യും. മോസ്റ്റ് ഓഫ് ഓൾ ആസ് എ കോച്ച്, ഷുഗർ ശരിക്കും ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഇല്ലാത്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ അത് കഴിക്കുമ്പോൾ കുറേ കലോറീസ് അഥവാ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നല്ലാണ്ട് വേറെ വൈറ്റമിൻസോ മിനറൽസോ കാര്യമായിട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ സാറ്റേറ്റ് ലെവൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലഡു അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ നമ്മുടെ വിഷമം മാറിയാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ ടെൻഡൻസി വരികയും അത് കാരണം നമുക്ക് കലോറി സർപ്ലസ് ആവുകയും ആ സർപ്ലസ് ആവുന്ന കലോറീസ് നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് മിക്ക കോച്ചസും ഒരു ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഷുഗർ കട്ട് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും ചോക്ലേറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് 7 days നോ ഷുഗർ ചലഞ്ച് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസുലിൻ ലെവൽസ് ഒക്കെ സ്റ്റേബിൾ ആവുകയും അതുകൊണ്ട് നമ്മുടെ എനർജി ലെവൽസ് അപ്പ് ആവുകയും ചിലർക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും ക്ഷീണം, ഒരു ഫെറ്റീഗ്നെസ്, ടയർഡ്നെസ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷുഗറി ഐറ്റംസ് അല്ലെങ്കിൽ ഡെസേർട്ട് സ്വീറ്റ്സ് ഒക്കെ ഇത് ഭയങ്കര ഡൊപ്പാമിൻ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. അത് ക്രേവിങ്സ് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി അത് വീണ്ടും വീണ്ടും അതിനു വേണ്ടി ക്രേവ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് എക്സസ് കലോറീസ് വരാനും സൈക്കോളജിക്കൽ നമുക്കൊരു പ്രോപ്പർ ഡയറ്റ് അഡർ ചെയ്യാതിരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാനും അതുപോലെ തന്നെ 2 എക്സ്ട്രാ കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു ചലഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഷുഗർ പരമാവധി കട്ട് ചെയ്യുന്ന സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഗട്ടിലുള്ള ബാഡ് ബാക്ടീരിയ മെയിൻലി സർവൈവ് ചെയ്യുന്നത് ഈ ഷുഗേഴ്സ് വെച്ചാണ്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്നതോറും നമ്മുടെ ബാഡ് ബാക്ടീരിയ കുറയാനും സാധ്യതയുണ്ട്. ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുന്നതോറും നമ്മുടെ ബോഡിയിൽ ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻസ് കുറയാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജോയിൻറ്റ് പെയിനോ മുട്ടുവേനോ ഉണ്ടെങ്കിലൊക്കെ കുറയാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചലഞ്ച് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു മാജിക്കൽ 7 days ഫാറ്റ് ലോസ് ചലഞ്ച് ഒന്നുമല്ല. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്തും നിങ്ങൾക്ക് ഒരു ചലഞ്ച് ഏറ്റെടുത്താൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പലരും പറയും ഞാൻ ഷുഗറിൽ അഡിക്റ്റഡ് ഒന്നല്ല. ബട്ട് അതൊക്കെ കണ്ടെത്താനായിട്ട് ഈ ചലഞ്ച് 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് സാധിക്കും. 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എനർജി ലെവൽ സ്റ്റേബിൾ ആവും, നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. ഇതുകൊണ്ട് നിങ്ങൾ കലോറി ഡെഫിസിറ്റ് ആവും, നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവാം, യു വിൽ ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ 7 days. പിന്നെ ഈ ചലഞ്ച് എടുക്കുന്നവർക്ക് ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ഷുഗർ കഴിക്കുന്നവർക്ക് ഫെറ്റീഗ്നെസ് ഓർ മൂഡ് സ്വിങ്സ് അങ്ങനത്തെ പലതും ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളൊരു ഡയബറ്റിസ് പേഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒരു ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്തൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പ്രഗ്നൻ്റോ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ചലഞ്ച് എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി ഈ 7 ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ നോക്കാം. വോൾ ഫ്രൂട്ട്സ് കഴിക്കാം, ജ്യൂസ് പരമാവധി ഒഴിവാക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പ്രോട്ടീൻ സോഴ്സായ എഗ്സ്, ചിക്കൻ, ഫിഷ്, പനീർ, ദാൽ, കടല, പയർ, പരിപ്പുവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ആഡ് ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നട്ട്സ്, സീഡ്സ്, അതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് സോഴ്സായ റൈസ്, ചപ്പാത്തി, പുട്ട്, അപ്പം, ദോശ ഇതിൻ്റെയൊക്കെ പോർഷൻ കൺട്രോൾ ചെയ്യാൻ നോക്കുക. അതായത് പ്രോട്ടീൻ ഇൻടേക്ക് മാക്സിമം കൂട്ടിയിട്ട് കാർബ് ഇൻടേക്ക് കുറയ്ക്കാൻ. നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടത് ഷുഗർ, ഡെഫിനറ്റ്ലി. ഓൾസോ ഡെസേർട്സ്, എന്തെങ്കിലും മധുരപലഹാരങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ഓവറായിട്ട് പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ ഇതൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ നോക്കുക. എന്തുകൊണ്ട് 7 ദിവസം ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിൽ ചലഞ്ച് എടുക്കാം. ബട്ട് 7 days ഭയങ്കര അച്ചീവബിൾ ആണ്. ഒരു തുടക്കക്കാർക്ക് അത് ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണ്.
അധികമായാലും ചിലപ്പോൾ നമ്മൾ പതിയെ ഡ്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പേടിക്കും. അതുപോലെ തന്നെ 7 days ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സൈക്കോളജിക്കൽ വിന്നിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടുകയും ആ ഒരു മോട്ടിവേഷനിൽ നമ്മുടെ അടുത്ത ചലഞ്ച് മെയിൻ ചലഞ്ചിൽ നമുക്ക് അടുത്ത മെയിൻ 30 days ചലഞ്ചിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് മാറും. സോ ഈ ചലഞ്ച് എടുക്കാൻ താല്പര്യമുള്ളതെല്ലാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ. താങ്ക് യു.